ഒക്കെ കഴിഞ്ഞിട്ട് ബിസിനസ്സിന് ഞാൻ പച്ച പിടിക്കുന്ന കാലത്ത് എല്ലാം നഷ്ടപ്പെട്ട നിലയിൽ ഒരു കാര്യസ്ഥനെ പോലെ വന്ന് കയറിയ ആളാ ചന്ദ്രേട്ടൻ. ഒരിക്കലും എന്റെ ജഡ്ജ്മെന്റുകൾക്ക് വഴങ്ങി തന്നിട്ടില്ലാത്ത മനുഷ്യൻ. ഒരുപാട് മോഹങ്ങൾ ഇനിയും ബാക്കിയുള്ള മനസ്സ്. പക്ഷേ നിന്നെ ഇവനെയൊക്കെ പോലെ തന്നെ ഇഷ്ടമായി എനിക്ക് ചന്ദ്രേട്ടനെയും. ദാറ്റ്സ് വൈ ഐ ട്രസ്റ്റ് ഹിം. ദാറ്റ്സ് വൈ ഹി ഈസ് സ്റ്റിൽ വിത്ത് മീ. എല്ലാത്തിന്റെയും തലപ്പത്തൊരു വാശിരി നിന്നെ ഇങ്ങനെ പിടിച്ചെടുത്തുമ്പോ അത് ചന്ദ്രേട്ടനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് കരുതണ്ട നീ. ഹീൽ ബി വിത്ത് അസ്. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ബിസിനസ് മുഴുവനായും ചന്ദ്രേട്ടനെ ഏൽപ്പിച്ചു കൊടുക്കാൻ എന്റെ തീരുമാനം. കോടികളുടെ ആസ്തിയും ലാഭമൊക്കെ എനിക്ക് ചന്ദ്രേട്ടനെ തനിച്ചെടുക്കാം. ഇപ്പൊ തന്നെ ചെന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കേണ്ട നീ. സമയാവട്ടെ, ഞാൻ തന്നെ പറഞ്ഞോളാം. ശരി. പിന്നെ പോർട്ടിലെ ബിസിനസ് മുഴുവൻ നിനക്ക്. എന്റെ പേരിലുള്ളതെല്ലാം ഇനി മുതൽ തനിച്ച് നോക്കിയെടുത്ത് നടത്തിക്കോളാം നീ. എന്താ പറ്റില്ല നിനക്ക്? ഞാൻ കരയാതെ കഴുതേ. പിന്നെ ബാക്കിയുള്ളത് മുഴുവൻ തുല്യമായിട്ട് നിന്റെ ആലീസിന്റെയും പേരില്, അമ്മുവിന്റെയും വരമുദ്രയിലെ കുട്ടികളുടെയും പേരില് ഒക്കെ നിങ്ങളെ ഏൽപ്പിച്ചു തരാനാ എന്റെ തീരുമാനം. അല്ല മേജർ, എല്ലാം കൂടി ഇങ്ങനെ വീതിച്ചെഴുതിയിട്ട്? ഏയ്, ഭാരങ്ങളെ താങ്ങാൻ മനസ്സും ആരോഗ്യം ഉള്ളപ്പോ തന്നെ എല്ലാം ഇറക്കി വെക്കുന്നതിന് സുഖമില്ലടാ. അത് മതി മേജർക്ക്. ദാറ്റ്സ് വെൽത്ത് ഇനഫ് ഫോർ മീ. മതിടാ. മണി ക്യാൻ മേക്ക് വൺ ഗെറ്റ് ഫെഡ് അപ്പ് അറ്റ് ടൈംസ്. പക്ഷേ പണമേ മടുത്തിട്ടുള്ള രവിക്ക് ജീവിതം ഇങ്ങോട്ട് വേട്ടയാടുമ്പോ തിരിച്ചു വേട്ടയാടാനുള്ള ഒരു ബേസിക് ഇൻസ്റ്റിങ് ഇല്ലടാ. അത് നഷ്ടമായിട്ടില്ല നിന്റെ ചൈന. പറഞ്ഞില്ലേ, KG നായർ, കിഷൻ ഭട്ട, വിക്ടർ സെബാസ്റ്റ്യൻ, പഴയതും പുതിയതുമായ ശത്രുക്കൾ. രവിമാമനെ തകർക്കാൻ അവരെല്ലാം ഒരുമിച്ചായിപ്പോ. ആൻഡ് ദേ വിൽ കീപ് മീ ബിസി. 12 വർഷം ഞാൻ മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചതൊക്കെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് ഇനി തോറ്റുകൊടുക്കാൻ പറ്റില്ല. ദാറ്റ്സ് മൈ ഡിസിഷൻ. ഏയ്, പേടിക്കാതടാ. ഇനിയൊരു ഏറ്റുമുട്ടലൂടെ വേണ്ടി വന്നാൽ ഐ ഡോണ്ട് വാണ്ട് ടു റിസ്ക് എനിത്തിങ് മോർ. എന്റെ സൂസന്നിയെ നഷ്ടപ്പെടുത്തിയതുപോലെ ഇനി ഒരാളെ കൂടെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് യു. പറടാ, എന്താ ആലീസും നീ തമ്മില്? അല്ല, അത് നിന്റെ പേര് പറയുമ്പോഴും നിന്നെ കാണുമ്പോഴും ഒക്കെ അവളുടെ കണ്ണ് തിളങ്ങുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നീ അതിന് സമ്മതിച്ചു കൊടുക്കുന്നതും കാണാറുണ്ട്. അറിഞ്ഞൂടെ നിനക്ക്? അയ്യോ ചായ, അല്ല, നിനക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ലെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ടെൽ ഹർ. പറഞ്ഞു കൊടുത്താൽ മതി, അവൾക്ക് മനസ്സിലായിക്കോളും. അല്ല, അത് പിന്നെ ആലീസിനും കൂടെ ഇഷ്ടമായ സ്ഥിതിക്ക്. അങ്ങനെ അവൾക്ക് നിനക്ക് ഒരുപോലെ ഇഷ്ടമാണെങ്കിൽ ഇറ്റ്സ് അപ് ടു ബോത്ത് ഓഫ് യു.